എൽസ 3 കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. കപ്പൽ മറിഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, എന്തൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ? പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കപ്പൽ മറിഞ്ഞത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ദുരന്ത നിവാരണ വകുപ്പ് ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. റോഷ്നി, അതിലെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ 2025 മെയ് 25-ന് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിക്ക് സമീപം കേരള തീരത്ത് 643-ലധികം കണ്ടെയ്നറുകളുമായി പോയ MSC എൽസ 3 എന്ന കപ്പൽ മറിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സംഭവം ഗുരുതര പാരിസ്ഥിതിക ആശങ്കകൾ ഉയർത്തുകയാണ്. അതിൽ എണ്ണ ചോർച്ചയ്ക്കും ചരക്കുൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കപ്പൽ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക ആഘാതം കണക്കിലെടുത്ത് കേരള തീരത്ത് നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ കണ്ടെത്തിയ എൽസ 3 എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങളെ സംസ്ഥാന നിർദ്ദിഷ്ട ദുരന്തമായി സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഉള്ളടക്കം. ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇനി സംസ്ഥാന ദുരന്തത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഓരോ നടപടികളും മുന്നോട്ട് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. അത്രയേറെ ഗൗരവം കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളെ സമീപിച്ചതെങ്കിൽ ഇപ്പോൾ അതിൽ കൃത്യമായ ഒരു വിലയിരുത്തലുകൾ, പഠനങ്ങൾ, യോഗങ്ങൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ, വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലെ ഇന്ധനം ഉൾപ്പെടെ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും എന്ന തിരിച്ചറിവിലേക്കാണ് സംസ്ഥാനം എത്തുന്നത്. അതിൻ്റെ കൂടി ഭാഗമായി ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികളുമായിട്ടായിരിക്കും ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര ഫണ്ട് ഇതിന് വേണം, എന്തൊക്കെയായിരിക്കണം അതിൻ്റെ രീതികൾ എന്നെല്ലാം സംബന്ധിച്ച് ഒരു സീരിയസ് ആയ ഒരു നീക്കം ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. അതായത് ഒരു സംസ്ഥാന ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുന്നു എന്നതാണ്. പാരിസ്ഥിതിക ആഘാതങ്ങൾ വലിയ തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് കേരള സർക്കാർ എത്തുന്നു എന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. റോഷ്നി.